ശബ്ദത്തിന്റെ 5 ഇരട്ടി വേഗതയിൽ ഏകദേശം മണിക്കൂറിൽ 6000 കിലോമീറ്റർ സഞ്ചരിക്കാനും 800 മുതൽ 1000 കിലോമീറ്റർ ദൂരപരിധിയിൽ തന്ത്രപ്രധാന ലക്ഷ്യങ്ങൾ 5 മീറ്റർ കൃത്യതയോടെ ഭേദിക്കാനും ശേഷിയുള്ള ടൈഫൺ ബ്ലോക്ക് 4 തുർക്കിയുടെ കൈവശമെത്തിയതോടെ ലോകത്ത് വീണ്ടും ആശങ്കകൾ ഏറുകയാണ്. പല രാജ്യങ്ങൾക്കും പ്രത്യക്ഷമായും പരോക്ഷമായും ആയുധം നൽകുന്ന തുർക്കി കൂടുതൽ കരുത്താർജിക്കുന്നത് പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങളെ സഹായിക്കാനുള്ള മാർഗമാണ് തുറന്നിരിക്കുന്നത്. ഇങ്ങനെയാണെങ്കിൽ അത് ഇന്ത്യക്കും വലിയ ഭീഷണിയാകാനാണ് സാധ്യത. തുർക്കിയുടെ ഈ നേട്ടം ആഗോള സമൂഹത്തിൽ എന്ത് മാറ്റമായിരിക്കും ഉണ്ടാകുന്നത്? നമുക്ക് വിശദമായിട്ട് നോക്കാം. അതിനു മുൻപ് ഒരു ചോദ്യം, നിങ്ങൾക്ക് തുർക്കി ഇഷ്ടമാണോ? ഉത്തരം ഇപ്പോൾ തന്നെ കമന്റ് ചെയ്യാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. പ്രതിരോധ രംഗത്ത് തുർക്കി കൈവരിച്ച പുതിയ നേട്ടമായ ടൈഫൺ ബ്ലോക്ക് 4 ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലിന്റെ അനാച്ഛാദത്തോടെ ലോക രാഷ്ട്രീയത്തിൽ പുതിയ ചർച്ചകൾക്ക് തുടക്കമായിരിക്കുകയാണ്. 1952 മുതൽ നാറ്റോയുടെ പ്രധാന സഖ്യകക്ഷിയായ തുർക്കി ഇത്തരമൊരു അത്യാധുനിക മിസൈൽ വികസിപ്പിക്കുമ്പോൾ നിലവിൽ ലോകത്ത് നടക്കുന്ന സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇത് എന്ത് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന ചോദ്യം വളരെയധികം പ്രസക്തമാണ്. 2025 ജൂലൈ 22 ഇസ്താംബുളിൽ നടന്ന 17ാമത് അന്താരാഷ്ട്ര പ്രതിരോധ വ്യവസായ മേളയിൽ തുർക്കി അവരുടെ ആദ്യ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലായ ടൈഫൺ ബ്ലോക്ക് 4 അനാച്ഛാദനം ചെയ്തു. തുർക്കിയുടെ പ്രതിരോധ നിർമ്മാണ കമ്പനിയായ റോക്കസ്റ്റാൻ വികസിപ്പിച്ച ഈ മിസൈൽ ശബ്ദത്തിന്റെ 5 ഇരട്ടി വേഗതയിൽ, അതായത് മാക് 5 മുകളിൽ ഏകദേശം മണിക്കൂറിൽ 6000 കിലോമീറ്റർ സഞ്ചരിക്കാനും 800 മുതൽ 1000 കിലോമീറ്റർ ദൂരപരിധിയിൽ തന്ത്രപ്രധാന ലക്ഷ്യങ്ങൾ 5 മീറ്റർ കൃത്യതയോടെ ഭേദിക്കാനും ശേഷിയുള്ളതാണ്. 7200 കിലോഗ്രാം ഭാരവും 10 മീറ്റർ നീളവും 938 മില്ലിമീറ്റർ വ്യാസവുമുള്ള ഈ മിസൈൽ മൾട്ടി പർപ്പസ് വാർഹെഡ് ഉപയോഗിച്ച് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററുകൾ, സൈനിക ഹാങ്കറുകൾ, റഡാർ സ്റ്റേഷനുകൾ, ബങ്കറുകൾ, യുദ്ധക്കപ്പലുകൾ തുടങ്ങിയവ തകർക്കാൻ പര്യാപ്തമാണ്. GPS ഗ്ലോനാസിന്റെ സഹായത്തോടെ ഗോളിസ് ഗൈഡൻസ് സിസ്റ്റവും ആന്റി ജാമിംഗ് സാങ്കേതിക വിദ്യയും ഉപയോഗിക്കുന്ന ഈ മിസൈൽ താഴ്ന്ന ഉയരത്തിൽ പറക്കാനും മിഡ് ഫ്ലൈറ്റിൽ ട്രാജക്ടറി മാറ്റാനും ശേഷിയുള്ളതാണ്. ഇത് നിലവിലുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഇടപെടൽ ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. തുർക്കിയുടെ ഈ നേട്ടം ആഗോള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴിയൊരുക്കിയിരിക്കുന്നത്. യൂറോപ്പിനും ഏഷ്യയ്ക്കും ഇടയിൽ കിഴക്കൻ മെഡിറ്ററേനിയൻ, കരിങ്കടൽ, കോക്കസസ്, മിഡിൽ ഈസ്റ്റ് എന്നിവയോട് ചേർന്ന് തന്ത്രപ്രധാനമായ ഭൂമിശാസ്ത്രപരമായ സ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന തുർക്കി ലോകത്തിലെ അതിവേഗം വളരുന്ന ഒരു രാജ്യങ്ങളിൽ ഒന്നാണ്. ഒരു കാലത്ത് വിശാലമായ ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ കേന്ദ്രമായിരുന്ന തുർക്കി 1923 മുസ്തഫ കെമൽ അതാതുർക്കിന്റെ നേതൃത്വത്തിൽ ആധുനിക മതേതര റിപ്പബ്ലിക്കായി രൂപാന്തരം പ്രാപിച്ചു. നാമമാത്ര GDP അടിസ്ഥാനത്തിൽ ലോകത്തിലെ 16ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയും പർച്ചേസിംഗ് പവർ പാരിറ്റിയുടെ അടിസ്ഥാനത്തിൽ 12ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയുമാണ് ഇന്ന് തുർക്കി. വൈദ്യുതി ഉൽപാദനത്തിൽ 15ാമതായി നിൽക്കുന്ന തുർക്കി ട്രാൻസ് അനറ്റോളിയൻ പൈപ്പ് ലൈൻ, ടർക്കിഷ് സ്ട്രീം തുടങ്ങിയ പദ്ധതികളുടെ ഊർജ്ജ ഗതാഗതത്തിന്റെ ഒരു പ്രധാന കേന്ദ്രമാകാൻ ശ്രമിക്കുന്ന രാജ്യവുമാണ്. 2018 ഏകീകൃത പ്രസിഡൻഷ്യൽ ഭരണ സംവിധാനത്തിലേക്ക് മാറിയ തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിബ് എർദോഗന്റെ നേതൃത്വത്തിൽ പ്രതിരോധ, സാമ്പത്തിക, ഊർജ്ജ മേഖലകളിൽ സ്വാശ്രയത്വം വർദ്ധിപ്പിക്കുന്നതിന് ഊന്നൽ നൽകുന്നുണ്ട്. 1952 നാറ്റോയിൽ ചേർന്ന തുർക്കി സോവിയറ്റ് യൂണിയനിൽ നിന്നുള്ള ഭീഷണികൾക്കെതിരെ പാശ്ചാത്യ സഖ്യത്തിന്റെ പിന്തുണ ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് അങ്ങനെ ഒരു നീക്കം നടത്തിയത്. ശീതയുദ്ധ കാലഘട്ടത്തിൽ സോവിയറ്റ് യൂണിയൻ തുർക്കിയുടെ കിഴക്കൻ പ്രവിശ്യകളിലും ഡാർഡനെല്ലസ് കടലിടുക്കിലും അവകാശവാദം ഉന്നയിച്ചപ്പോൾ നാറ്റോ അംഗത്വം തുർക്കിക്ക് അനിവാര്യമായിരുന്നു. ഇന്ന് 8 ലക്ഷത്തിലധികം സൈനികരുള്ള നാറ്റോയിലെ 2ാമത്തെ വലിയ സൈന്യം തുർക്കിയുടേതാണ്. എന്നാൽ 2019 റഷ്യയിൽ നിന്ന് S-400 മിസൈൽ പ്രതിരോധ സംവിധാനം വാങ്ങിയത് അമേരിക്കയുമായുള്ള F-35 പ്രോഗ്രാമിൽ നിന്ന് തുർക്കിയെ പുറത്താക്കാൻ കാരണമായി. ഇത് നാറ്റോയിലെ ആഭ്യന്തര പിരിമുറുക്കങ്ങൾ വർദ്ധിപ്പിക്കാനാണ് സഹായിച്ചത്. ടൈഫൺ ബ്ലോക്ക് 4ന്റെ അനാച്ഛാദനം, റഷ്യ ഉക്രൈൻ യുദ്ധം, ഗാസയിലെ സംഘർഷങ്ങൾ, ഇറാൻ ഇസ്രായേൽ പിരിമുറുക്കങ്ങൾ എന്നിവയുടെ പശ്ചാത്തലത്തിൽ ആഗോള സുരക്ഷയെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഹൈപ്പർസോണിക് മിസൈലുകൾ അവയുടെ വേഗതയും അപ്രവചനീയവുമായ പാതയും കാരണം പാട്രിയോട്ട്, താഡ്, ആരോ 3, അയൺ ഡോം തുടങ്ങിയ നിലവിലുള്ള പ്രതിരോധ സംവിധാനങ്ങൾക്ക് വെല്ലുവിളിയാണ് സൃഷ്ടിക്കുന്നത്. 2024 ഇറാൻ ഹൈപ്പർസോണിക് മിസൈലുകൾ ഇസ്രായേലിനെതിരെ ഉപയോഗിച്ചപ്പോൾ അയൺ ഡോം, ആരോ 3 എന്നിവയുടെ പരാജയം ഈ ആയുധങ്ങളുടെ ശക്തി വ്യക്തമാക്കി. അമേരിക്ക, റഷ്യ, ചൈന എന്നിവയ്ക്ക് ശേഷം തുർക്കി ഈ സാങ്കേതിക വിദ്യയിൽ മുൻനിരയിലെത്തിയത് ആഗോള ആയുധ മത്സരത്തെ തീവ്രമാക്കുകയാണ് ചെയ്യുന്നത്. തുർക്കിയുടെ മാവി വതൻ, അതായത് ബ്ലൂ ഹോംലാൻഡ് നയം കിഴക്കൻ മെഡിറ്ററേനിയനിലെ ഊർജ്ജ ഉറവിടങ്ങൾക്കുള്ള അവകാശവാദങ്ങളെ ശക്തിപ്പെടുത്തുന്നതാണ്. ഗ്രീസ്, സൈപ്രസ്, ഇസ്രായേൽ എന്നിവയുമായുള്ള തർക്കങ്ങൾ ഇതിനോടകം രൂക്ഷമാകാം. ഗ്രീക്ക് ഉദ്യോഗസ്ഥർ ടൈഫൺ ബ്ലോക്കിനെ ഒരു പുതിയ ഭീഷണിയായിട്ട് വിലയിരുത്തി. അവരുടെ റഫേൽ യുദ്ധവിമാനങ്ങൾ, പാട്രിയോട്ട് പാക് 3, MCA
സാംടി മിസൈലുകൾ എന്നിവ അപ്ഗ്രേഡ് ചെയ്യേണ്ടതിന്റെ ആവശ്യകതയും ഉന്നയിച്ചിട്ടുണ്ട്. സിറിയ, കരിങ്കടൽ, കോക്കസസ് എന്നിവിടങ്ങളിലെ സംഘർഷ സാധ്യതകൾ ഈ മിസൈലിന്റെ സാന്നിധ്യം മൂലം വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. തുർക്കിയുടെ പ്രതിരോധ വ്യവസായം 1988 സ്ഥാപിതമായ റോക്കറ്റ്സാന്റെ നേതൃത്വത്തിൽ വിദേശ ആയുധ വിതരണക്കാരെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടായിരുന്നു. 1990കളിൽ ചൈനയുടെ CPMIECയുമായി സഹകരിച്ച് വികസിച്ച യിൽഡിരിം ബോറ മിസൈലുകളിൽ നിന്നാണ് ടൈഫൺ ഉത്ഭവിച്ചത്. 2022 561 കിലോമീറ്റർ ദൂരത്ത് ലക്ഷ്യം ഭേദിച്ച ടൈഫൺ പരീക്ഷണം തുർക്കിയുടെ മിസൈൽ സാങ്കേതിക വിദ്യയിലെ പുരോഗതി വെളിപ്പെടുത്തുന്നതാണ്. തുർക്കിയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രതിരോധ സഹകരണം വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ ഉള്ളത്. പ്രത്യേകിച്ച് ഇപ്പോൾ നടന്ന ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് ഭാർഗത്താർ TB2 ഡ്രോണുകൾ നൽകിയത് ഇന്ത്യക്ക് വലിയ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ടൈഫൺ ബ്ലോക്ക് 4ന്റെ സാങ്കേതിക വിദ്യ പാകിസ്ഥാനുമായി പങ്കിടുകയാണെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ സൈനിക സന്തുലനം തകരാനുള്ള സാധ്യതയുണ്ട്. ഇന്ത്യയുടെ അഗ്നി 5, ബ്രഹ്മോസ് 2 തുടങ്ങിയ മിസൈൽ പ്രോഗ്രാമുകൾ ഈ വെല്ലുവിളിക്ക് മറുപടിയായി ത്വരിതപ്പെടുത്തിയേക്കാം. ടൈഫൺ ബ്ലോക്ക് 4ന്റെ വിന്യാസം ആഗോള ആയുധ നിയന്ത്രണ ചർച്ചകളെ സങ്കീർണമാക്കുക തന്നെ ചെയ്യും. മറ്റ് രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ഇറാൻ, ഇന്ത്യ, ഇസ്രായേൽ, സൗദി അറേബ്യ എന്നിവ സമാനമായ ആയുധങ്ങൾ വികസിപ്പിക്കാൻ പ്രേരിതമായേക്കാം. ഇത് ആഗോള ആയുധ മത്സരത്തെ തീവ്രമാക്കുകയും പ്രാദേശിക അസ്ഥിരത വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുക. നാറ്റോയിലെ ഗ്രീസ്, ഫ്രാൻസ്, അമേരിക്ക എന്നിവയുമായുള്ള തുർക്കിയുടെ പിരിമുറുക്കങ്ങൾ ഈ മിസൈലിന്റെ വിന്യാസം കൂടി വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. അതേസമയം തുർക്കിയുടെ പ്രതിരോധ ശേഷി നാറ്റോയുടെ മൊത്തത്തിലുള്ള ശക്തി വർദ്ധിപ്പിക്കുമെങ്കിലും അതിന്റെ സ്വതന്ത്ര നയങ്ങൾ സഖ്യത്തിന്റെ ഐക്യത്തെ ദുർബലപ്പെടുത്താനുള്ള സാധ്യതയും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ മിസൈൽ വികസനം തുർക്കിയെ ഒരു പ്രാദേശിക ശക്തിയായി ഉയർത്തുമെങ്കിലും കിഴക്കൻ മെഡിറ്ററേനിയൻ, കരിങ്കടൽ, ദക്ഷിണേഷ്യ എന്നിവിടങ്ങളിൽ സംഘർഷ സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. ആഗോള സമാധാനവും സുരക്ഷയും ഉറപ്പാക്കാൻ ഈ ആയുധ വികസനത്തിന്റെ പ്രത്യാഘാതങ്ങൾ കൃത്യമായി വിലയിരുത്തപ്പെടേണ്ടതുണ്ട്. തുർക്കിയുടെ ഈ നീക്കം ആയുധ നിയന്ത്രണത്തിനും അന്താരാഷ്ട്ര സഹകരണത്തിനും വേണ്ടിയുള്ള പുതിയ ചർച്ചകൾക്ക് വഴിയൊരുക്കണം. അല്ലാത്തപക്ഷം ആഗോള സുരക്ഷാ ഭീഷണികൾ കൂടുതൽ സങ്കീർണമായിരിക്കും. 800 മുതൽ 1000 കിലോമീറ്റർ ദൂരപരിധിയും മാക് 5ന് മുകളിലുള്ള വേഗതയും 5 മീറ്റർ കൃത്യതയോടെ ലക്ഷ്യം ഭേദിക്കാനുള്ള ശേഷിയുമുള്ള ഈ മിസൈൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, സൈനിക കേന്ദ്രങ്ങൾ, യുദ്ധക്കപ്പലുകൾ എന്നിവ തകർക്കാൻ കഴിവുള്ളവയാണ്. താഴ്ന്ന ഉയരത്തിൽ പറക്കാനും മിഡ് ഫ്ലൈറ്റിൽ ട്രാജക്ടറി മാറ്റാനും ശേഷിയുള്ളതിനാൽ പാട്രിയോട്ട്, താഡ്, അയോൺ ഡോം, ആരോ 3 തുടങ്ങിയ നിലവിലുള്ള പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഇത് വെല്ലുവിളിയാണ് സൃഷ്ടിക്കുന്നത്. 2024 ഇറാൻ ഹൈപ്പർസോണിക് മിസൈലുകൾ ഇസ്രായേലിനെതിരെ ഉപയോഗിച്ചപ്പോൾ അയോൺ ഡോം, ആരോ 3 എന്നിവ പരാജയപ്പെട്ടത് ഈ ആയുധങ്ങളുടെ ശക്തി വ്യക്തമാക്കുന്നതാണ്. തുർക്കിയുടെ ഈ നേട്ടം ആഗോള ആയുധ മത്സരത്തെ തീവ്രമാക്കുവാനാണ് ഇപ്പോൾ ഉപകരിച്ചിട്ടുള്ളത്. അമേരിക്ക, റഷ്യ, ചൈന എന്നിവയ്ക്ക് ശേഷം തുർക്കിയും ഹൈപ്പർസോണിക് സാങ്കേതികവിദ്യയിൽ മുൻനിരയിലെത്തിയത് ഇറാൻ, ഇന്ത്യ, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളെ സമാന ആയുധങ്ങൾ വികസിപ്പിക്കാൻ പ്രേരിപ്പിക്കുമെന്ന കാര്യം ഉറപ്പാണല്ലോ. എന്തായാലും തുർക്കി കൂടി കൂടുതൽ കരുത്തനാകുമ്പോൾ അതിനേക്കാൾ കരുത്താർജിക്കാൻ മറ്റ് രാജ്യങ്ങൾ തയ്യാറാവുക തന്നെ ചെയ്യും. അതിന്റെ ഭാഗമായി ഇവിടെ നടക്കാൻ പോകുന്നത് ആയുധ മത്സരങ്ങൾ തന്നെയാണ്. ഇനി ലോകം എങ്ങോട്ടാണ് പോവുക? 3ാം ലോക മഹായുദ്ധത്തിന്റെ തൊട്ടരികിൽ നിൽക്കുന്ന ഇന്നത്തെ ലോകക്രമത്തെ തിരുത്താൻ കഴിവുള്ള എന്തോ ഒന്ന് തുർക്കി ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം എഴുതാവുന്നതാണ്. ഒപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.